Okay, good evening all. Welcome to another OET-speaking live session conducted by Tiju's Academy, Trivella. Welcome all to this live session. This is Adramon here once again. Let's wait a couple of minutes that students can join. And previous session was incomplete due to network issue, so I will go over again to finish this roleplay card. Okay. Okay, let's look at this task. Okay, here setting is school clinic and nurse scenario is you see a parent whose 7-year-old daughter is having a lot of emotional outburst. The child shouts and screams and then hides in her room. Okay, Devika, good evening. The child is not present. Okay. So from this role play scenario, we can understand 3 basic concepts like whether it is known or unknown case and the current condition of the patient, and moreover, ഇവിടെ nurse ആരാണ്, head nurse ആണോ, nurse practitioner ആണോ, അതോ registered nurse ആണോ. Registered nurse ആണെങ്കിൽ മാത്രമേ നമുക്ക് I am one among the registered nurse അല്ലെങ്കിൽ I am one of the registered nurses എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഇവിടെ എന്താണ് nurse മാത്രമേ ഉള്ളൂ. സോ എന്താണ് I am one of the registered nurses. Head nurse ആണെങ്കിൽ I am a head nurse അല്ലെങ്കിൽ I am a nurse practitioner എന്ന രീതിയിൽ നമുക്കത് റോൾ പ്ലേ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. ഓക്കെ, all of you know this. ഓക്കെ, ഈ ഒരു റോൾ പ്ലേ സിനാരിയോ വെച്ചിട്ട് നമുക്കിത് അറിയാം അല്ലേ. ലാസ്റ്റ് സെഷൻ കുറച്ച് അവർ ഡിസ്കസ് ചെയ്തതാണ്. നമുക്കറിയാം ഇതെന്താണ് അൺനോൺ കേസാണ്. എന്താണ് ഒരു പേരൻ്റ് വന്നിരിക്കുകയാണ്, കൊച്ചിന് ചൈൽഡിൻ്റെ വയസ്സ് എത്രയാണ്, 7 year ആണ്. ഭയങ്കരമായിട്ടും എന്താണ് കൊച്ച് ഇമോഷണൽ ഔട്ട്ബേസ്റ്റ് ആയിട്ട് എക്സിബിറ്റ് ചെയ്യുകയാണ്. ചൈൽഡ് ഷൗട്ട് ആൻഡ് സ്ക്രീം ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് തന്നെ എന്താണ് റൂമിൽ ഹൈഡ് ചെയ്യുകയാണ്. പക്ഷേ ഇവിടെ എന്താണ് ചൈൽഡ് ഈസ് നോട്ട് പ്രസൻറ്റ്. ആസ് യൂഷ്വലി നമുക്കറിയാം എന്താണ് ഇഫ് പേഷ്യൻ്റ് ഈസ് നോട്ട് പ്രസൻറ്റ് ഇൻ ദ റോൾ പ്ലേ സിനാറിയോ, പ്രസൻറ്റ് അല്ല എങ്കിൽ കൂടി നമ്മൾ എന്താണ് we should document the name and age of the patient even if he or she is not present, because OET is patient-centered communication ആണ് മെയിനായിട്ട് നമ്മൾ പ്രിഫർ ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രയോറിറ്റി കൊടുക്കുന്നത്. അപ്പോൾ എന്താണ് നമുക്ക് മനസ്സിലായി പേഷ്യൻ്റ് അവിടെ ഇല്ല എങ്കിൽ കൂടി നമ്മൾ പേഷ്യൻറ്റിനെ ഡോക്യുമെൻ്റ് ചെയ്യണം. നെക്സ്റ്റ് ഫൈൻഡ് ഔട്ട് ദ റീസൺ ഫോർ പേരൻ്റ് വിസിറ്റ് ആണ്. ഫസ്റ്റ്ലി നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പോൾ നമുക്കിത് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം. Good morning, I am one of the registered nurses working in the school clinic and my name is endano adu paraya so and so on, and please be seated and how may I help you today. ഞാൻ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യേണ്ടത്. അപ്പോഴാണ് മദർ കൊച്ചിൻ്റെ കുറച്ച് ഇമോഷണൽ ഔട്ട്ബേസ്റ്റ് പറയുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെ അഡ്രസ്സ് ചെയ്യാം. I am so sorry to hear that, but try not to worry. Your child is in our safe hands and I can provide you some set of management measures to manage this condition. It can be treated well. It is quite common among the child during this time. എന്ന് വേണമെങ്കിൽ നമുക്ക് കുറച്ച് റീഅഷുറൻസ് കൊടുക്കാം. പിന്നെ നമ്മൾ നെക്സ്റ്റ് നോക്കണം എന്താണ്, അപ്പം തന്നെ നമ്മൾ ചോദിക്കണം എന്താണ് ഫോർ മൈ ഡോക്യുമെൻറ്റേഷൻ കുഡ് യു പ്ലീസ് സ്റ്റേറ്റ് യുവർ ചൈൽഡ് നെയിം ആൻഡ് ഏജ്. നമ്മളത് എഴുതുക. ഓക്കെ, നോട്ടഡ്. നമുക്കത് പക്ഷേ അഡ്രസ്സ് ചെയ്യേണ്ട കാര്യമില്ല അല്ലേ. ഫോർ മൈ കമ്മ്യൂണിക്കേഷൻ ഹൗ മേ ഐ അഡ്രസ് യു. കമ്മ്യൂണിക്കേഷനിൽ ഞാൻ നിങ്ങളെ എങ്ങനെയാണ് വിളിക്കേണ്ടതെന്ന് മദറിനോട് ചോദിക്കണം. മദർ ഒരു പേര് പറഞ്ഞു എന്ന് ഓർക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ പറയണം നെക്സ്റ്റ് ടാസ്ക് നോക്കുക. ഫൈൻഡ് ഔട്ട് മോർ ഡീറ്റെയിൽസ് അബൌട്ട് ദ ചൈൽഡ് ഔട്ട്ബേസ്റ്റ് ആണ്. ഇതും എന്താണ് ഇൻഫർമേഷൻ ഗ്യാതറിംഗ് ആണ്. ഇവിടെ ഒരിക്കലും നമ്മൾ ഡു യു ഹാവ് എനി കൺസേൺ ചോദിക്കില്ല. കാരണം നമ്മുടെ നെക്സ്റ്റ് ടാസ്ക് എന്താണ് നേഴ്സ് തന്നെ ഇനിഷ്യേറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ നമുക്കത് എങ്ങനെ ചോദിക്കാം. ഒരു ഇൻട്രോ കൊടുക്കണമില്ല. ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിക്കുന്നതിന് മുമ്പേ നമ്മളൊരു പെർമിഷൻ വി ഷുഡ് ആസ്ക് എ പെർമിഷൻ. എന്നിട്ട് നമുക്കതെങ്ങനെ ചോദിക്കാം. ടു ഗെറ്റ് എ ക്ലിയർ പിക്ചർ റിഗാർഡിങ് യുവർ ചൈൽഡ് പ്രസൻറ്റ് കണ്ടീഷൻ മേ ഐ ആസ്ക് എ ഫ്യൂ ക്വസ്റ്റ്യൻസ്. ഞാൻ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചോട്ടെ. എന്നിട്ട് നമുക്ക് ചോദിക്കാം എന്താണ് ഓൺസെറ്റ് എങ്ങനെ ചോദിക്കാം. വെൻ ഇറ്റ് സ്റ്റാർട്ടഡ് എന്നാണ് ഇത് തുടങ്ങിയത്. ഫ്രീക്വൻസി എങ്ങനെ ചോദിക്കാം. ഹൗ ഓഫൺ ഡസ് യുവർ ചൈൽഡ് എക്സ്പീരിയൻസ് ദിസ് സിംറ്റം, അല്ലെങ്കിൽ കുറച്ചും കൂടി ഷോർട്ടൻ ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാം ഹൗ ഫ്രീക്വൻറ്റ് ഇറ്റ് ഈസ്.
എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഒറ്റയടിക്ക് കുറേ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിച്ച് പോകാതെ ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ചൊരു ഫോളോ അപ്പ് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, നോട്ടഡ്, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്, ഐ ക്യാൻ സീ, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്, ഐ ഗെറ്റ് യുവർ പോയിൻറ്റ്സ്, ഇതൊക്കെ പറയുന്നത് നല്ലതായിരിക്കും. എന്നിട്ട് നമുക്ക് ഡ്യൂറേഷൻ എങ്ങനെ ചോദിക്കാം? ഹൗ ലോങ് യുവർ ചൈൽഡ് ഹാസ് ബീൻ എക്സ്പീരിയൻസിങ് ദിസ് സിംറ്റം. എത്ര നാളായിട്ടാണ് ഹൗ ലോങ് യുവർ ചൈൽഡ് ഹാവ് ബീൻ എക്സ്പീരിയൻസിങ് ദിസ് സിംറ്റം. എത്ര നാളായിട്ട് ഇത് എക്സ്പീരിയൻസ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഐ നോ ദി ഡ്യൂറേഷൻ ഓഫ് ദിസ് സിംറ്റം, അത് ചോദിക്കാം. നമുക്ക് പറയാം ഓൾ റൈറ്റ്, ആൻഡ് ഈസ് ദർ എനി ട്രിഗറിങ് ഫാക്ടേഴ്സ് ബിഹൈൻഡ് ദിസ് കണ്ടീഷൻ, അത് നമുക്ക് ചോദിക്കാം. പേരൻസ് റെസ്പോൺസ്, അത് നമുക്ക് ഇങ്ങനെ ചോദിക്കാം. വാട്ട് വാസ് യുവർ റെസ്പോൺസ് ടു ദിസ് ബിഹേവിയർ. നിങ്ങളുടെ റെസ്പോൺസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന രീതിയിലാണ് നമ്മളത് പാസ്റ്റ് ടെൻസിൽ കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, അത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ. അപ്പോൾ നമുക്ക് ചോദിക്കാം എന്താണ് വാട്ട് വാസ് യുവർ റെസ്പോൺസ് ടു ദിസ് ബിഹേവിയർ. അപ്പം നമ്മൾ പറയാം ഓക്കെ, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. എന്നിട്ട് നമ്മൾ എങ്ങനെ ചോദിക്കാം? ഹാവ് യു ഹാഡ് എനി ഡിസ്കഷൻ വിത്ത് യുവർ ചൈൽഡ് റിഗാർഡിങ് ദിസ് ബിഹേവിയർ. എന്തെങ്കിലും ഡിസ്കഷൻ ഇൻവോൾവ് ചെയ്തിട്ടുണ്ടായിരുന്നോ? ഹാവ് യു ഹാഡ് എനി ഡിസ്കഷൻ ചോദിക്കാം. ഹാവ് യു ഹാഡ് എനി ടോക്സ് വിത്ത് യുവർ ചൈൽഡ് റിഗാർഡിങ് ദിസ് ബിഹേവിയർ ചോദിക്കാം. അല്ലെങ്കിൽ ഹാവ് യു ഇനിഷ്യേറ്റഡ് എനി കോൺവെർസേഷൻ റിഗാർഡിങ് ദിസ് ബിഹേവിയർ വിത്ത് യുവർ ചൈൽഡ് ചോദിക്കാം. അല്ലെങ്കിൽ എന്താണ് ഹാവ് യു ഇനിഷ്യേറ്റഡ് എനി കോൺവെർസേഷൻ, ഹാവ് യു അണ്ടർടേക്കൺ, ഹാവ് യു എൻഗേജ്ഡ് ഇൻ എനി കോൺവെർസേഷൻ വിത്ത് യുവർ ചൈൽഡ് റിഗാർഡിങ് ദിസ് ബിഹേവിയർ. നമുക്കിങ്ങനെ വെറൈറ്റി ഓഫ് ഫ്രേസസ് നമുക്ക് യൂസ് ചെയ്യാം. പക്ഷെ മോസ്റ്റ് കോമൺലി നമുക്ക് ഏതാണോ ഫ്ലെക്സിബിളായിട്ട് പറയാൻ പറ്റുന്നത് അത് മാത്രം നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ഹാവ് യു അണ്ടർസ്റ്റുഡ്? നെക്സ്റ്റ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചോദിച്ചു. നെക്സ്റ്റ് വീണ്ടും ഒരു ഇൻഫർമേഷൻ ഗ്യാതറിംഗ് ആണ്. ഫൈൻഡ് ഔട്ട് റെലവൻറ്റ് ഡീറ്റെയിൽസ് അബൌട്ട് ദി ചൈൽഡ്, ജനറൽ ഹെൽത്ത്, എനി മെഡിക്കൽ കണ്ടീഷൻ. ഇതും ഒരു ഇൻഫർമേഷൻ ഗ്യാതറിംഗ് ആണ്. അപ്പം നമ്മൾ ഇവിടെ ഈ ഒരു സെക്കൻഡ് ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ ഡു യു ഹാവ് എനി കൺസേൺ ചോദിക്കരുത്. കാരണം നെക്സ്റ്റ് ടാസ്ക് ഇറ്റ് സെൽഫ് ഈസ് ആൻ ഇൻഫർമേഷൻ ഗ്യാതറിംഗ്. സോ വി ഷുഡ് ഗോ വിത്ത് ദാറ്റ് ടാസ്ക്. അപ്പം നമുക്ക് ചോദിക്കാം ഡസ് യുവർ ചൈൽഡ് ഹാവ് എനി മെഡിക്കൽ കണ്ടീഷൻ ആൻഡ് ഈസ് ഷീ ഓൺ എനി മെഡിക്കൽ കണ്ടീഷൻ. ഇത് ഒരുമിച്ച് തന്നെ ചോദിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ജനറൽ ഹെൽത്ത് ഓക്കെ ആണ്, വെല്ലാണ് എന്ന് പറയുന്നിടത്ത് ഒരിക്കലും നമുക്ക് എനി മെഡിക്കൽ കണ്ടീഷൻ ഉണ്ടോ എന്ന് ചോദിക്കുന്നതിൽ ഒരു റെലവൻസ് ഇല്ല. ഓക്കെ, അപ്പം നമുക്ക് എങ്ങനെ ചോദിക്കാം? ഡസ് യുവർ ചൈൽഡ് ഹാവ് എനി എനി ജനറൽ ഹെൽത്ത് കണ്ടീഷൻ ആൻഡ് ഈസ് ഷീ ഓൺ എനി മെഡിക്കൽ കണ്ടീഷൻ. അത് നമുക്ക് അങ്ങനെ ചോദിക്കാം. ഓക്കെ, അപ്പോൾ അവർ ഓൾറെഡി അത് പറഞ്ഞിട്ടുണ്ട്. ജനറൽ ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഇല്ല എന്നാണ് പറയുന്നത്. ഇല്ല എന്നായതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ പറയാം ഓക്കെ, ഐ ആം ഗ്ലാഡ് ടു ഹിയർ ദാറ്റ് യുവർ ചൈൽഡ് ഈസ് ജനറലി വെൽ എക്സെപ്റ്റ് ദിസ് ഇമോഷണൽ ഔട്ട്ബസ്റ്റ്. അത് നമുക്ക് പറയാം. സോ ദർ ഇസ് നോ നീഡ് ടു വറി അബൌട്ട് ദാറ്റ്. ഇറ്റ് ഈസ് ക്വൈറ്റ് കോമൺ എമംഗ് ദി ചിൽഡ്രൻ ഡ്യൂറിങ് ദിസ് ഏജ് ഗ്രൂപ്പ് എന്ന് വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഒരു അഷ്വറൻസ് കൊടുക്കാം. ഓക്കെ, അപ്പം നമ്മളുടെ ഒരു ഇൻഫർമേഷൻ ഗ്യാതറിംഗ് ഇവിടെ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുകയാണ്. അപ്പം നമുക്ക് പറയാം താങ്ക് യു ഫോർ പ്രൊവൈഡിങ് മീ യുവർ ചൈൽഡ് വാല്യുബിൾ ഇൻഫർമേഷൻ. ഓക്കെ, ഇത്രയും പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റ് ടാസ്ക് നോക്കണം. ഗിവ് കോമൺ റീസൺ ഫോർ ഇമോഷണൽ ഔട്ട്ബേസ്റ്റ് ഇൻ ചിൽഡ്രൻ. ചിൽഡ്രനിൽ കുറച്ചുണ്ടാവുന്ന റീസൺസ് ആണ് നമ്മളിവിടെ പറയുന്നത്. സ്ട്രെസ്, ആങ്സൈറ്റി, റീസെൻറ്റ് ട്രോമാറ്റിക് ഇവൻറ്റ്സ്, ഫീലിംഗ് ഓഫ് കംഫർട്ടബിൾ അണ്ടർ പ്രഷർ, ഡീലിംഗ് വിത്ത് ഇമോഷൻസ്. ബ്രാക്കറ്റ് ക്ലോസ് ആൻഡ് എക്സ്പ്ലോർ ദി റെലവൻസ് ഓഫ് ദീസ് ടു ദി ചൈൽഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിപ്പോൾ നെക്സ്റ്റ് ആ ഒരു 3 ടാസ്കും ഇൻഫർമേഷൻ ഗ്യാതറിംഗ് ആണ്. ഈവൻ ദോ നെക്സ്റ്റ് ടാസ്ക് ഈസ് ഇൻഫർമേഷൻ പ്രൊവൈഡിങ്, ബട്ട് ഇൻ ദി ബ്രാക്കറ്റ് ഇറ്റ് സെൽഫ് ദർ അണ്ടർലൈൻ ആൻഡ് എ ക്വസ്റ്റ്യൻ അല്ലേ, എക്സ്പ്ലോർ ദി റെലവൻസ് ഓഫ് ദീസ് ടു ദി ചൈൽഡ്. അപ്പോൾ അതും എന്താണ്, നമ്മൾ ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ അവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടത്. അപ്പം നമുക്കതെങ്ങനെ പോകാം? ദെൻ താങ്ക് യു ഫോർ പ്രൊവൈഡിങ് മീ എ വാല്യുബിൾ ഇൻഫർമേഷൻ നമ്മൾ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമുക്ക് പറയാം എന്ത് പറയാം? And then would you mind if I explain you some possible reasons for emotional outburst in children? നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ ഞാൻ കുറച്ച് റീസൺസ് പറഞ്ഞോട്ടെ, എന്നിട്ടാണ് നമ്മൾ ഇതിലോട്ട് പോകേണ്ടത്. Would you mind if I explain you some possible reason behind this emotional outburst in children? എന്നിട്ട് പറയണം may I. It may occur due to stress, anxiety, recent traumatic events, feeling uncomfortable or under pressure, along with that dealing with some emotions. So all these factors may contribute to develop this condition. Have you explored any of these relevant in your case? അല്ലെങ്കിൽ do you think any of these relevant in your case?
ഓക്കെ, ഇങ്ങനെ നമുക്ക് ചോദിക്കാം. അല്ലെങ്കിൽ ഹാവ് യു നോട്ടീസ്ഡ് എനി ഓഫ് ദീസ് റിലവൻറ്റ് ഇൻ യുവർ ചൈൽഡ് കേസ്. നമുക്കിവിടെ എപ്പോഴും യുവർ കേസ് അല്ല, യുവർ ചൈൽഡ് കേസ് എന്നാണ് അല്ലേ. നമുക്കൊരിക്കലും യൂസ് സെൻറ്റർനെസ് വരും, അങ്ങനെ വരരുത്. കാരണം നമ്മളിവിടെ സംസാരിക്കുന്നത് പേഷ്യൻറ്റിൻ്റെ കാര്യമാണ്. ഈവൻ ദോ വി ആർ സ്പീക്കിംഗ് ടു എ സെക്കൻഡ് പേഴ്സൺ. നമ്മൾ തേർഡ് പേഴ്സണോടാണ് നമ്മൾ സംസാരിക്കുന്നത്. ഫസ്റ്റ് പേഴ്സൺ നഴ്സ്, സെക്കൻഡ് പേഴ്സൺ പേഷ്യൻ്റ് ആൻഡ് ദ തേർഡ് പേഴ്സൺ ഈസ് ബൈസ്റ്റാൻഡർ ഓർ പേരൻ്റ് ഓഫ് ചിൽഡ്രൻ. അങ്ങനെയൊക്കെ ആകാം. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് വേണം, ഇവിടെ ഒരു തേർഡ് പേഴ്സൺ ആയതുകൊണ്ട് നമുക്ക് യൂസ് സെൻറ്റർനെസ് വരും. ഇവിടെ ഒരു പേരൻ്റ് ഓഫ് എ ചൈൽഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് യൂസ് സെൻറ്റർനെസ് വരും. അതുകൊണ്ട് തന്നെ വി ഷുഡ് ബി വിജിലൻറ്റ്. അപ്പം നമുക്കത് എങ്ങനെ ചോദിക്കാം? Have you explored any of these relevant in your child case? അപ്പോൾ അവർ ഓൾറെഡി പറയുന്നുണ്ട് എന്താണ്, സ്ട്രെസ് ആങ്സൈറ്റി ഒന്നുമില്ല, ജനറലി വെല്ലായിട്ടാണ് എന്ന് എനിക്ക് തോന്നുന്നതെന്നാണ് പേരൻസ് സൈഡിൽ നിന്ന് പറയുന്നത്. അപ്പം നമ്മൾ പറയാം, ഓക്കെ, ഐ ക്യാൻ റിയലി അണ്ടർസ്റ്റാൻഡ് യുവർ കൺസേൺ, അല്ലെങ്കിൽ ഐ ക്യാൻ റിയലി അണ്ടർസ്റ്റാൻഡ് യുവർ ഇമോഷൻ ആൻഡ് ഡു യു ഹാവ് എനി കൺസേൺ. നമുക്കിനി നെക്സ്റ്റ് കൺസേൺ ചോദിക്കാം. കാരണം നമ്മുടെ ആ ഒരു ഫസ്റ്റ് 4 ടാസ്കും എന്തായിരുന്നു, ഇൻഫോർമേഷൻ ഗ്യാതറിംഗ് ആയിരുന്നു അല്ലേ. അല്ലെങ്കിൽ നെക്സ്റ്റ് നമുക്ക് നോക്കാം, അഡ്വൈസ് ദ നീഡ് ഫോർ എ ഡിസ്കഷൻ വിത്ത് ചൈൽഡ് വെൻ കാം. എക്സാമ്പിൾ, എസ്റ്റാബ്ലിഷിംഗ് പോസിബിൾ റീസൺസ്, എക്സ്പ്ലെയിനിങ് ഫീലിംഗ്സ് ആർ നോർമൽ, agreement on appropriate action, bracket closed, find out any other question. അപ്പം അഡ്വൈസ് ഉപദേശിക്കുകയാണ് അല്ലേ, ഉപദേശം കൊടുക്കുകയാണ്. അതിൻ്റെ അർത്ഥം എന്താണ്, എന്തെങ്കിലും ഒരു കൺസേൺ പേഷ്യൻ്റ് പറഞ്ഞിട്ടുണ്ടാവണം. അതുകൊണ്ടാണ് നമ്മളിവിടെ അഡ്വൈസ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പം നമുക്കിത് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം? അതായത് അഡ്വൈസ് നീഡ് ഫോർ എ ഡിസ്കഷൻ വിത്ത് ചൈൽഡ് വെൻ കം, എക്സ്പ്ലോർ ദ റെലവൻസ് ഓഫ് ദീസ് ടു ദ ചൈൽഡ്. നമ്മൾ ചോദിച്ചു, അതൊന്നും ഇല്ല എന്നാണ് പറഞ്ഞത്. അപ്പം നമ്മൾ പറയണം, ഓക്കെ, ഐ ക്യാൻ റിയലി അണ്ടർസ്റ്റാൻഡ് യുവർ ഇമോഷൻസ് ആൻഡ് ഡു യു ഹാവ് ഇനി അതർ ക്വയറി, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സംശയമുണ്ടോ എന്ന് ചോദിക്കാം. അപ്പോഴാണ് അവർ പറയുന്നത് എന്താണ്, ഇതെങ്ങനെ, ഹൗ ടു മാനേജ് ദിസ് കണ്ടീഷൻ, ഇതെങ്ങനെ മാനേജ് ചെയ്യാം. അപ്പോൾ നമുക്കതെങ്ങനെ അഡ്രസ് ചെയ്യാം? ആസ് എ മദർ ഐ ക്യാൻ റിയലി അണ്ടർസ്റ്റാൻഡ് യുവർ ഇമോഷൻസ് but try not to worry. It can be properly managed by taking proper management measures. Okay, എന്നിട്ട് നമുക്ക് പറയാം എന്താണ്, ട്രൈ ടു എസ്റ്റാബ്ലിഷ് പോസിബിൾ റീസൺ ആൻഡ് എക്സ്പ്ലെയിൻ ഹർ ഓർ റീഅഷ്യൂർ ഹർ ഫീലിംഗ്സ് ആർ നോർമൽ ആൻഡ് along with that make an agreement on appropriate action whenever she experience such condition അല്ലെങ്കിൽ such symptoms. As a parent you can do this more effectively than an outsider or than a second person. നമുക്കിത് പറയുന്നത് മനസ്സിലായോ? എസ്റ്റാബ്ലിഷിങ് പോസിബിൾ റീസൺ ആണ്. പോസിബിൾ റീസൺസ് എന്താണെന്ന് കുട്ടിയോട് തന്നെ പറഞ്ഞു കൊടുക്കുക. പിന്നെ കുട്ടിയോട് തന്നെ എന്താണ് റീഅഷ്യൂർ ചെയ്യുക, ഫീലിങ്സ് എല്ലാം നോർമലാണ് എങ്കിൽ കൂടിയിട്ട് എന്താണ് പെർട്ടിക്കുലർ ആക്ഷൻ പെട്ടെന്നൊന്ന് എന്താണ് എക്സിബിറ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ എഗ്രിമെൻറ്റ് ചെയ്യുക, നമുക്ക് ഇങ്ങനെ ചെയ്യാം, പെട്ടെന്നൊരു റെമഡിയൽ മെഷേഴ്സ് ആ ഒരു കുട്ടിയെ എഡ്യൂക്കേറ്റ് ചെയ്യാം. അങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് ഈ ഒരു കാര്യം തറലി മാനേജ് ചെയ്ത് അല്ലെങ്കിൽ ട്രീറ്റ് ചെയ്ത് നമുക്ക് കൊണ്ടുപോകാം എന്ന രീതിയിലാണ് നമ്മൾ പറയുന്നത്. പക്ഷെ നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ അതെങ്ങനെ കൺസ്ട്രക്റ്റ് ചെയ്ത് കൊടുക്കണം എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. പക്ഷെ നമ്മൾ പെട്ടെന്ന് റീഡിങ് ടൈമിൽ തന്നെ നോക്കുക, എസ്റ്റാബ്ലിഷ് പോസിബിൾ റീസൺ, എക്സ്പ്ലെയിൻ ഫീലിങ്സ് ആർ നോർമൽ. നമ്മളിത് പെട്ടെന്ന് വായിച്ചു പോകാൻ ഒരു ടെൻഡൻസി ആയിരിക്കും നമുക്ക്, മെനി ഓഫ് us മേ ഹാവ് അല്ലേ. പക്ഷെ അങ്ങനെ ചെയ്യരുത്. മാക്സിമം അത് സെൻറ്റൻസ് കൺസ്ട്രക്ഷൻ തന്നെ കൊണ്ടുപോവുക. അതിൻ്റെ ഇടയ്ക്ക് എല്ലാം ആൻഡ് കൊണ്ട് യോജിപ്പിക്കാതിരിക്കുക. along with that, in addition, apart from that, as well as ഇതൊക്കെ നമുക്കൊരു കണക്റ്റീവ്സ് അവിടെ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓക്കെ, അപ്പോൾ നമുക്കത് ഒന്നും കൂടി പറയാം. എന്താണ്, ഐ അക്നോളേജ് വാട്ട് യു ഹാവ് സെഡ്, അല്ലെങ്കിൽ പറയാം ആസ് എ മദർ ഐ ക്യാൻ റിയലി അണ്ടർസ്റ്റാൻഡ് യുവർ ഇമോഷൻ. എന്നിട്ട് നമ്മൾ പറയാം എന്താണ്, ട്രൈ ടു എസ്റ്റാബ്ലിഷ്. ഈ ട്രൈ ടുവിന് പകരം ഇറ്റ് ഈസ് ബെനഫിഷ്യൽ ടു എസ്റ്റാബ്ലിഷ്, അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഇറ്റ് ഈസ് ബെനഫിഷ്യൽ ടു എസ്റ്റാബ്ലിഷ് പോസിബിൾ റീസൺ ആൻഡ് റീഅഷ്യൂർ ഹർ ഫീലിങ്സ് ആർ നോർമൽ ഓർ എക്സ്പ്ലെയിൻ ഹർ ഫീലിങ്സ് ആർ നോർമൽ. along with that try to make an agreement on appropriate action whenever she experiences such symptoms. പിന്നെ നമുക്ക് കുറച്ചുകൂടി റീഅഷ്യൂറൻസ് കൊടുക്കാം. ആസ് എ പേരൻറ്റ് അല്ലെങ്കിൽ ആസ് എ മദർ യു ക്യാൻ ഡു ദിസ് മോർ എഫക്റ്റീവ്ലി ദാൻ എ സെക്കൻഡ് പേഴ്സൺ. am I being clear to you? അല്ലെങ്കിൽ do you think can you do that എന്നൊക്കെ നമുക്ക് അവിടെ പറയാം. ഓക്കെ, ഇത് പറഞ്ഞത് മനസ്സിലായോ? ഓക്കെ,
എന്നിട്ട് ഇത്രയും പറഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് ചോദിക്കാം ഡു യു ഹാവ് എനി അതർ ക്വയറി. അപ്പോൾ അവർ പറയുന്നുണ്ട് ഓക്കെ വേറെ സംശയമൊന്നും ഇല്ല എന്ന രീതിയിലാണ് പറയുന്നത്. പക്ഷെ നമുക്ക് നെക്സ്റ്റ് ഉണ്ട് എന്താണ് റീഅഷ്യൂർ ദി പേഷ്യൻറ്റ് അബൌട്ട് ഇമോഷണൽ ഔട്ട്ബേഴ്സ്റ്റ് ഇൻ ചിൽഡ്രൻ ബ്രാക്കറ്റിൽ യൂഷ്വലി ടെമ്പററി. ഓക്കെ ദേവിക, ബ്രാക്കറ്റിൽ യൂഷ്വലി ടെമ്പററി ആൻഡ് ലെസ് ഫ്രീക്വൻറ്റ് വിത്ത് കോപ്പിംഗ് സ്ട്രാറ്റജീസ് bracket close, recommend management strategies, example rewarding or focusing on good behavior, providing quiet time alone during an outburst, bracket close, advise when to see a doctor, bracket worsening or more frequent outburst, continued concern, ബ്രാക്കറ്റ് ക്ലോസ്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ടാസ്ക് അവർ ഓൾറെഡി പറഞ്ഞു സംശയമൊന്നും ഇല്ല എന്നല്ലേ, പക്ഷെ നമുക്ക് ഇനിയും തീർക്കാനുണ്ട്. ആ ഒരൊറ്റ ടാസ്ക് മാത്രമാണോ? നോ, ദർ ആർ സം മോർ സബ് ടാസ്ക് ഇൻ ദാറ്റ് സ്പെസിഫിക് ലാസ്റ്റ് ടാസ്ക് അല്ലേ. ഓക്കെ അഞ്ജലി, അപ്പം നമ്മൾ കുറച്ചും കൂടി ടാസ്ക് അതിനകത്ത് ഉണ്ട്. കുറച്ചും കൂടി ടാസ്ക് ഉള്ളത് കൊണ്ട് നമ്മൾ റീഡിങ് ടൈമിൽ തന്നെ വി ഷുഡ് അണ്ടർലൈൻ ദ മെയിൻ കീവേഡ്സ്. അപ്പോൾ നമ്മൾ റീഇഷ്യൂർ ചെയ്യണം, നമ്മൾ തന്നെ റീഇഷ്യൂർ കൊടുക്കുകയാണ്, എന്നിട്ട് റെക്കമെൻഡ് ചെയ്യുക, അത് നമ്മൾ തന്നെ പറയുവാണ്. അത് കഴിഞ്ഞിട്ട് അഡ്വൈസ് ചെയ്യണം നമ്മൾ ഡോക്ടറിനെ കാണേണ്ട ആവശ്യമുണ്ട്, എന്തെങ്കിലും ഒരു വർസനിങ് സിംറ്റംസ് ഒക്കെ കുട്ടി എക്സിബിറ്റ് ചെയ്യുവാണെങ്കിൽ. ഓക്കെ, അപ്പോൾ നമുക്കത് എങ്ങനെ പറയാം? ആൻഡ് ഈസ് ദർ എനിത്തിങ് എൽസ് ഐ നീഡ് ടു ക്ലാരിഫൈ വിത്ത് യു. അപ്പോൾ ഓൾറെഡി മദർ പറയുന്നുണ്ട് വേറെ സംശയമൊന്നുമില്ല, ഓൾറെഡി എങ്ങനെ മാനേജ് ചെയ്യാം, കുറച്ച് മാനേജ്മെൻറ്റ് മെഷേഴ്സ് കിട്ടാനാണ് സ്കൂൾ ക്ലിനിക്കിൽ വന്നത്, അത് ഓൾറെഡി നേഴ്സ് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് വീണ്ടും അവർക്ക് വേറെ സംശയമൊന്നും ഇല്ല എന്ന് പറയുകയാണ്. എങ്കിൽ കൂടിയിട്ട് ദർ ആർ വൺ ടാസ്ക് ലെഫ്റ്റ് ഫോർ us ടു കംപ്ലീറ്റ്. അപ്പോൾ നമുക്കത് എങ്ങനെ പറയാം? ഈസ് ദർ എനിത്തിങ് എൽസ് ഐ നീഡ് ടു ക്ലാരിഫൈ വിത്ത് യു, ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ആൻഡ് let me provide you some of the other strategies to cope with the situation. ഞാൻ കുറച്ച് കാര്യങ്ങളും കൂടി ഞാൻ പറഞ്ഞോട്ടെ, ഇതൊന്ന് കോപ്പ് വിത്ത് ചെയ്യാൻ. അല്ലെങ്കിൽ നമ്മൾ എല്ലാവർക്കും എന്താണ് മോസ്റ്റ് ഓഫ് us may have എന്താണ് മിസ്പ്രൊനൗൺസ്ഡ് സച്ച് വേർഡ് കോപ്പ് അപ്പ് എന്ന് പറയും അല്ലേ. കോപ്പ് അപ്പ് എന്ന് പറയില്ല, കോപ്പ് വിത്ത് എന്നേ പറയത്തുള്ളൂ, അതാണ് ആക്ച്വൽ കറക്റ്റ് യൂസേജ്. അപ്പോൾ നമുക്കത് എങ്ങനെ പറയാം? ഓക്കെ, ഐ ക്യാൻ അഷ്വർ യു ദാറ്റ് ദർ ആർ സം അതർ മെഷേഴ്സ് യു ക്യാൻ ടേക്ക് ഡ്യൂറിങ് ദിസ് ടൈം ഫോർ യുവർ ചൈൽഡ്. എന്നിട്ട് പറയാം ഇറ്റ് ഈസ് സിഗ്നിഫിക്കൻ്റ്ലി നോട്ട് ദാറ്റ് എന്താണ് ഓൾ സച്ച് സിംറ്റംസ് ആർ ക്വൈറ്റ് ടെമ്പററി ആൻഡ് ലെസ് ഫ്രീക്വൻറ്റ് വിത്ത് കോപ്പിംഗ് സ്ട്രാറ്റജീസ്. So there is no need to worry about that. Please put your mind at ease. It may commonly occur in children during this age group. Then I can provide you some more other strategies to manage this condition. May I ഞാൻ പറഞ്ഞോട്ടെ. It is necessary, നമ്മൾ നോക്കണം, rewarding / focusing on good behavior. So how can we construct that in a sentence form? നമുക്കത് എങ്ങനെ സെൻറ്റൻസ് ആയിട്ട് കൊണ്ടുപോകാം? റിവാർഡ് ചെയ്യുക, ഫോക്കസിങ് ഓൺ ഗുഡ് ബിഹേവിയർ. അപ്പോൾ നമ്മൾ റീഡിങ് ടൈമിൽ തന്നെ നമുക്ക് പെട്ടെന്ന് ക്ലിക്ക് ആവണം. എന്താണ് ഗുഡ് ബിഹേവിയർ ഫോക്കസ് ചെയ്തിട്ട് അതുമായിട്ടൊന്ന് റിവാർഡ് ചെയ്ത്, റിവാർഡ് മീൻസ് എന്താണ് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് ഐറ്റംസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ക്വസ്റ്റിന് കൊടുത്ത് എൻകറേജ് ചെയ്താൽ മേ ബി ഇതിൽ നിന്ന് കുറച്ച് മാനേജ് ചെയ്ത് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അപ്പം നമുക്കതെങ്ങനെ പറയണം? It is necessary to focus on good behavior and provide reward കൊടുക്കുക. ആസ് എ പേരൻറ്റ് യു ക്യാൻ അഡ്രസ് ദിസ് മോർ ഇഫക്റ്റീവ്ലി. നമ്മൾ നേരത്തെ യു ക്യാൻ ആസ് എ പേരൻറ്റ് യു ക്യാൻ ഡു ദിസ് മോർ എഫക്റ്റീവ്ലി എന്നാണ് പറഞ്ഞത്. അതിൻ്റെ കുറച്ച് സിനോണിമായിട്ട് നമുക്ക് വീണ്ടും ഉപയോഗിക്കാം. ആസ് എ പേരൻറ്റ് യു ക്യാൻ അഡ്രസ് ദിസ് മോർ എഫക്റ്റീവ്ലി ദാൻ എ സെക്കൻഡ് പേഴ്സൺ. പിന്നെ നമ്മൾ പറയാം എന്താണ് അപ്പാർട്ട് ഫ്രം ദാറ്റ് ഇറ്റ് ഈസ് ഇംപറേറ്റീവ് ടു പ്രൊവൈഡ് ക്വയറ്റ് ടൈം എലോൺ during such outburst. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? ഇറ്റ് ഈസ് ഇംപറേറ്റീവ് ടു പ്രൊവൈഡ് ക്വയറ്റ് ടൈം എലോൺ whenever she encounters such symptoms or whenever she experiences such symptoms. അങ്ങനെ നമുക്കത് പറയാം. ഓക്കെ, then have you understood my points or are you able to follow my words? അല്ലെങ്കിൽ are you getting my points? അല്ലെങ്കിൽ am I being clear to you? am I being transparent to you? ഇതൊക്കെ നമുക്ക് വൈഡ് റേഞ്ച് ഓഫ് ഫ്രേസസ് നമുക്ക് റെപ്പറ്റേഷൻ കൂടാതെ നമുക്കിവിടെ ഉപയോഗിക്കാം. ഓക്കെ, ദെൻ അപ്പം നമുക്ക് ചോദിക്കാം ആർ യു ഗെറ്റിംഗ് മൈ പോയിൻറ്റ്സ്? ഓക്കെ, പേരൻ്റ് ഓൾറെഡി മനസ്സിലായി എന്നാണ് പറയുന്നത്. ദെൻ വുഡ് യു മൈൻഡ് ഇഫ് ഐ എക്സ്പ്ലെയിൻ? നമ്മൾ നേരത്തെ വുഡ് യു മൈൻഡ് ആണ് പറഞ്ഞതെങ്കിൽ വീണ്ടും അത് പറയരുത്. ഇഫ് യു ഡോണ്ട് മൈൻഡ് മേ ഐ എക്സ്പ്ലെയിൻ യു സം മോർ മെഷേഴ്സ്. ഞാൻ കുറച്ച് കാര്യങ്ങളും കൂടി പറഞ്ഞോട്ടെ. എന്നിട്ട് നമുക്ക് പറയാൻ എന്താണ് അഡ്വൈസ് വെൻ ടു സീ എ ഡോക്ടർ. എപ്പോഴാണ് ഡോക്ടറിനെ കാണേണ്ടത്?
നമ്മൾ പറയുമ്പോൾ എന്താണ് ഇറ്റ് ഈസ് എന്താണ് ഇംപ്രേറ്റീവ് ഓൾറെഡി പറഞ്ഞു. ഇറ്റ് ഈസ് paramount to note that whenever your child experiences such symptoms അല്ലെങ്കിൽ such worsening symptoms, more frequent outbursts or continued concern, it is significant or it is essential or it is necessary to seek medical advice. Otherwise it may lead to further complications. Am I being clear to you? അല്ലെങ്കിൽ are you getting my points? അപ്പോൾ അവർ പറഞ്ഞു യെസ്. ഓക്കെ, ദെൻ വീണ്ടും അവർക്ക് സംശയമൊന്നുമില്ല, നമ്മുടെ ടാസ്ക് ഓൾറെഡി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പക്ഷെ നമുക്ക് വീണ്ടും കുറച്ചും കൂടി റീഅഷ്യൂർ ചെയ്യണം. നമുക്ക് എങ്ങനെ പറയാം, ഐ ക്യാൻ റീഅഷ്യൂർ യു ദാറ്റ് സച്ച് സിംറ്റംസ് ആർ ക്വൈറ്റ് കോമൺ എമംഗ് ദ ചിൽഡ്രൻ ഡ്യൂറിംഗ് ദിസ് ഏജ് ഗ്രൂപ്പ്. ദർ ഇസ് നത്തിങ് ടു ഗെറ്റ് ഓവർവെൽമിങ് അബൌട്ട് ദാറ്റ്. ദിസ് ക്യാൻ ബി അബ്സല്യൂട്ട്ലി അല്ലെങ്കിൽ ദിസ് ക്യാൻ ബി thoroughly managed and treated with taking proper measures and other management strategies. As a mother, you can do this more effectively than a second person. അത് നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, മനസ്സിലായോ? ഇത് കുറച്ച് എന്താ പറയുക, ടാസ്ക് വൈസ് നോക്കുമ്പോൾ സിമ്പിളായിട്ട് തോന്നും. പക്ഷേ പോയിൻറ്റ്സിൻ്റെ ഉള്ളിലോട്ട് നോക്കുമ്പോൾ നമുക്കത് എങ്ങനെ കൺസ്ട്രക്റ്റ് ചെയ്യണം എന്നൊരു ഡൗട്ട് നമുക്ക് ഉണ്ടായേക്കാം അല്ലേ. കാരണം ഇത് എസ്റ്റാബ്ലിഷിംഗ് പോസിബിൾ റീസൺ, എക്സ്പ്ലെയിനിങ് ഫീലിങ്സ് ആൻഡ് നോർമൽ, എഗ്രിമെൻറ്റോട് അപ്രോപ്രിയേറ്റ് ആക്ഷൻ, നമുക്കത് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും. പക്ഷേ മാക്സിമം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഇങ്ങനെ ഡിഫിക്കൽട്ടായിട്ടുള്ള പോയിൻറ്റ്സ് ഒക്കെ മാക്സിമം സെൻറ്റൻസ് കൺസ്ട്രക്റ്റ് ചെയ്തിട്ട് ഗ്രമാറ്റിക്കലി എന്താണ് അക്യുറേറ്റ് ആയിട്ട് തന്നെ നമ്മളത് പറയാൻ ശ്രമിക്കുക. ഓക്കെ, പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ സംസാരിക്കുന്നത് വി ആർ സ്പീക്കിംഗ് ടു എ തേർഡ് പേഴ്സൺ അല്ലേ. നമ്മൾ തേർഡ് പേഴ്സണോടാണ് നമ്മൾ സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് യൂസ് സെൻറ്റർനെസ് കോമൺലി വരാൻ സാധ്യതയുണ്ട്. ഇറ്റ് ഈസ് ഇംപറേറ്റീവ് ഫോർ യു ടു ടേക്ക് അല്ലെങ്കിൽ ഇറ്റ് ഈസ് paramount ടു ടേക്ക് സം മെഷേഴ്സ് ഫോർ യു ടു, അങ്ങനെയൊക്കെ നമുക്ക് വന്നേക്കാം. പക്ഷെ അത് വരരുത്. വന്നാൽ ഓൾറെഡി എന്താണ് റൈറ്റിങ്ങിൽ വരുന്ന ജെൻഡർ ചേഞ്ച് പോലെ തന്നെയാണ് ഇവിടെ നമുക്ക് ബി ഗ്രേഡിൽ നിന്ന് താഴോട്ട് പോയേക്കാം. അതുകൊണ്ട് തന്നെ വി ഷുഡ് ബി വിജിലൻറ്റ്. ഓക്കെ ദേവിക, ലാസ്റ്റ് പറഞ്ഞ ടാസ്ക് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാമോ? ഓക്കെ, ലാസ്റ്റ് പറഞ്ഞത് റീഅഷ്യൂർ ദി പേഷ്യൻറ്റ് അബൌട്ട് ഇമോഷണൽ ഔട്ട്ബേഴ്സ്റ്റ് ഇൻ ചിൽഡ്രൻ ബ്രാക്കറ്റ് യൂഷ്വലി ടെമ്പററി ആൻഡ് ലെസ് ഫ്രീക്വൻറ്റ് വിത്ത് കോപ്പിംഗ് സ്ട്രാറ്റജീസ് അല്ലേ. അതായത് എന്താ റീഅഷ്യൂർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മളൊന്നും കൂടി ഉറപ്പ് കൊടുക്കുകയാണ്. ഉറപ്പ് കൊടുത്തിട്ട് ഒരു മദർ ആയതുകൊണ്ട് നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്താൽ നിങ്ങളുടെ എന്താണ് കൊച്ചിൻ്റെ കണ്ടീഷൻ നല്ല രീതിയിൽ നോർമലായിട്ട് തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കും എന്ന് നമ്മളുടെ വാക്കുകളിൽ ഉണ്ടായിരിക്കണം. പിന്നെ നമ്മൾ വി ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഓൾ ദോസ് പോയിന്റ്സ് കനോട്ട് ബി കണക്റ്റഡ് വിത്ത് എ ടേം ആൻഡ് കൊണ്ട് മാത്രം നമ്മൾ യൂസ് ചെയ്യില്ല. മാക്സിമം ദ കണക്റ്റീവ്സ് നമ്മൾ യൂസ് ചെയ്യണം. അപ്പോൾ നമുക്കതെങ്ങനെ പറയാം, ഐ ക്യാൻ റീഅഷ്യൂർ യു ദാറ്റ് it can be properly managed and treated well by taking proper measures. So may I ഞാൻ പറഞ്ഞോട്ടെ. എന്നിട്ട് വീണ്ടും നമ്മൾ പറയണം എന്താണ്, once again I would like to ensure you that ഉറപ്പാക്കുകയാണ്. ensure ആണ് ENSURE, ensure you that it is usually temporary and less frequent with coping strategies. Then I shall provide you some set of measures or I shall provide you some set of management strategies. എന്നിട്ട് നമ്മൾ പറയണം ഇറ്റ് ഈസ് paramount ടു ഫോക്കസ് ഓൺ ഗുഡ് ബിഹേവിയർ ആൻഡ് റിവാർഡ് ഹർ. എന്താണ് ഗുഡ് ബിഹേവിയറിൽ ഫോക്കസ് ചെയ്തിട്ട് അതിനെ റിവാർഡ് ചെയ്യുക. എന്തെങ്കിലും എന്താ പറയുക ഗിഫ്റ്റൊക്കെ ഒന്ന് വാങ്ങിക്കൊടുത്തിട്ടൊന്ന് എൻകറേജ് ചെയ്യുക. അതാണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇറ്റ് ഈസ് paramount ടു ഫോക്കസ് ഓൺ. paramount മീൻസ് അത്യന്താപേക്ഷിതമാണ്. നമുക്ക് എന്താണ് യൂസ്ഡ് യൂസ് ചെയ്യാൻ ഇവിടെ പറ്റത്തില്ല അല്ലേ. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് paramount ടു ഫോക്കസ് ഓൺ ഗുഡ് ബിഹേവിയർ and reward her. Along with that എന്താണ് it is beneficial to provide quiet time alone during an outburst. So I can reassure you that അല്ലെങ്കിൽ I assure you that as a parent or as a mother you can do this or you can address this more effectively than a second person or than an outsider. So there is nothing to get overly concerned about that. It is quite common among the children during this age group. It can be thoroughly managed. മനസ്സിലായോ? ഓക്കെ ദേവിക, ഓൾറൈറ്റ്.
അപ്പം നമുക്കിത് മനസ്സിലായല്ലോ. അപ്പം ഇതിലെ പോയിൻറ്റ്സ് ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അത് കണക്ട് ചെയ്ത് കൊണ്ടുപോകണം. ഒരുപാട് പോയിൻറ്റ്സ് ഒക്കെ ഇതിനകത്ത് ഉണ്ടാകുമ്പോൾ നമുക്ക് എല്ലാവർക്കും എന്താണ് ഇത് വായിച്ചു പോകാൻ ഈസിയാണ്, അതിലല്ല അവർ നോക്കുന്നത്. മാക്സിമം കണക്റ്റീവ്സ് നമ്മളവിടെ യൂസ് ചെയ്യുക, അതായത് ആൻഡ് കൊണ്ട് മാത്രം യോജിപ്പിക്കാതെ എന്താണ് എലോങ് വിത്ത് ദാറ്റ്, അല്ലെങ്കിൽ അപ്പാർട്ട് ഫ്രം ദാറ്റ്, ആസ് വെൽ ആസ്, ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യുക. അല്ലെങ്കിൽ മോർ ഓവർ, ഫേർദർ മോർ, പിന്നെ മോർ ഓവർ, ഫേർദർ മോർ, അപ്പാർട്ട് ഫ്രം ദാറ്റ്, ഇൻ അഡീഷൻ, അഡീഷണലി, ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ഒരിക്കലും എന്താണ് ആൻഡ് കൊണ്ട് മാത്രം യോജിപ്പിക്കില്ല. ആൻഡിന് പകരം നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ആൻഡ്, ഓൾസോ, ആസ് വെൽ ആസ്, ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ ശ്രമിക്കണം. പിന്നെ ഒരു സെൻറ്റൻസിൽ നിന്ന് മറ്റൊരു സെൻറ്റൻസിലോട്ട് സ്കിപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഉപയോഗിക്കാം മോർ ഓവർ, ഫേർദർ മോർ, അപ്പാർട്ട് ഫ്രം ദാറ്റ്, ഇൻ അഡീഷൻ, അഡീഷണലി. മനസ്സിലായോ? ആൻഡിന് പകരം യൂസ് ചെയ്യുന്നതാണ് ആൻഡ്, ഓൾസോ, ആസ് വെൽ ആസ്. ഒരു സെൻറ്റൻസിൽ നിന്ന് മറ്റൊരു സെൻറ്റൻസിലോട്ട് പോകുന്നതിന് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഫേർദർ മോർ, മോർ ഓവർ, അലോങ് വിത്ത് ദാറ്റ്, അപ്പാർട്ട് ഫ്രം ദാറ്റ്, ഇൻ അഡീഷൻ, അഡീഷണലി. ഇത് മാക്സിമം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. സോ ട്രൈ ടു യൂസ് ദിസ് ടേംസ് ഓർ യൂസ് ദിസ് കണക്ടേഴ്സ് വെനെവർ യു പെർഫോം സച്ച് റോൾ പ്ലേസ്. ലോങ് ടാസ്ക് എക്സാമിന് എക്സ്പെക്റ്റ് ചെയ്യാം, മേ ബി ലോങ് ടാസ്ക് ഒക്കെ എക്സാമിന് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇതിലത്തൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾ നന്നായിട്ട് ഒരു ഫുൾ ഫ്ലെഷ്ഡ് വേർഷനിലോട്ട് നിങ്ങൾ വരണം. വന്നാലേ നിങ്ങൾക്ക് സ്വന്തമായിട്ട് സംസാരിക്കാൻ ഒരു എബിലിറ്റി ഉണ്ടാവത്തുള്ളൂ. ഓക്കെ ഓക്കെ ദേവിക. ഓക്കെ, is there anything else? ഓക്കെ, നമ്മളപ്പോൾ സോഫാർ നമ്മൾ പറഞ്ഞത് എന്താണ്? നമ്മൾ വി ആർ സ്പീക്കിംഗ് ടു എ തേർഡ് പേഴ്സൺ, ദാറ്റ് ഈസ് മദർ ഓഫ് എ ചൈൽഡ്. അതുകൊണ്ട് തന്നെ വി മേ പ്രോബബ്ലി യൂസ് സെൻറ്റൻസ് വന്നേക്കാം, പക്ഷെ നമ്മളിത് മാക്സിമം അവെയർ ആയിരിക്കണം. ഇറ്റ് ഈസ് ഇംപറേറ്റീവ് ഫോർ യുവർ ചൈൽഡ് ടു ടേക്ക് സം മെഷേഴ്സ്. ആ രീതിയിൽ പോകാവുള്ളൂ, ഒരിക്കലും യൂസ് സെൻറ്റൻസ് വരരുത്. പിന്നെ എന്താണ്, നമ്മൾ കുറച്ച് മെഷേഴ്സ് ഒക്കെ പറയുമ്പം ആൻഡ് കൊണ്ട് മാത്രം എപ്പോഴും യൂസ് ചെയ്യാതെ മാക്സിമം എന്താണ് നമ്മൾ ഓൾസോ, ആസ് വെൽ ആസ്, അലോങ് വിത്ത് ദാറ്റ്, ഇതൊക്കെ യൂസ് ചെയ്യുക. പിന്നെ ഒരു സെൻറ്റൻസിൽ നിന്ന് മറ്റൊരു സെൻറ്റൻസിലോട്ട് നിങ്ങൾ സ്വിച്ച് ചെയ്യുമ്പോൾ മോർ ഓവർ, ഫേർദർ മോർ, പിന്നെ ഇൻ അഡീഷൻ, അഡീഷണലി, അപ്പാർട്ട് ഫ്രം ദാറ്റ്, ഇതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ ഓക്കെ ദേവിക. പിന്നെ മാക്സിമം ഇൻറ്റോണേറ്റ് ചെയ്യുക ത്രൂ ഔട്ട് ദിസ് റോൾ പ്ലേ. വി ഹാവ് ടു ഓക്കെ ജിബി, വി ഹാവ് ടു മെയ്ഡ് ആൻ ഇൻറ്റോണേഷൻ ഒരു സൗണ്ട് മോഡുലേഷൻ അറിയാമല്ലോ, ഒരു റൈസ് ആൻഡ് ഫോൾ പാറ്റേൺ, അത് നിങ്ങൾ ഇൻറ്റോണേറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. പിന്നെ മാക്സിമം പേഷ്യൻ്റെ പേര് ഒരു 4 times മാക്സിമം, അല്ലെങ്കിൽ മിനിമം 3 times അഡ്രസ്സ് ചെയ്യുക. പിന്നെ ഈ അഡ്വൈസ് ഒക്കെ ഉണ്ടല്ലോ, ഇതിനകത്ത് ഒരുപാട് അഡ്വൈസ് ഇല്ല, എങ്കിലും കൂടി അഡ്വൈസ് കൊടുക്കുമ്പോൾ ഇറ്റ് ഈസ് ഇംപറേറ്റീവ്, ഇറ്റ് ഈസ് ബെനിഫിഷ്യൽ, ഇറ്റ് ഈസ് പാരമൗണ്ട്, ഇറ്റ് ഈസ് സിഗ്നിഫിക്കൻറ്റ്, ഇറ്റ് ഈസ് എസെൻഷ്യൽ, ഇറ്റ് ഈസ് നെസസറി. ആ ടേംസ് നിങ്ങൾ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. പകരം യു ക്യാൻ, പ്ലീസ് ട്രൈ ടു, ഇത് മാത്രം റിക്കർ ചെയ്ത് ഉപയോഗിക്കരുത്. പിന്നെ ടാസ്ക് ഓറിയൻറ്റഡ് ആയിട്ട് തന്നെ പോവുക. പിന്നെ കണക്റ്റീവ്സ് യൂസ് ചെയ്യുക, അറിയാമല്ലോ. പിന്നെ ആൻഡിന് പകരം ഓൾസോ, ആസ് വെൽ ആസ് ഒക്കെ യൂസ് ചെയ്യുക. പിന്നെ എന്താ, ഇതിനകത്ത് കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു അല്ലേ, ഒരു 6-7 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് ഒറ്റ സ്ട്രെച്ചിൽ ചോദ്യത്തിലോട്ട് പോകില്ല. ഓൺസെറ്റ് എന്താണ്, വെൻ ഇറ്റ് സ്റ്റാർട്ടഡ് ആൻഡ് ഹൗ ഓഫൺ ഡസ് യുവർ ചൈൽഡ് എക്സ്പീരിയൻസ് ദിസ് സിംറ്റം എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് സ്വിച്ച് ചെയ്ത് പോകാതെ നമ്മളൊരു ഗ്യാപ്പ്, എന്താണ് ഒരു പ്ലേസ് ഗ്യാപ്പ് അത് കൊടുക്കുക. അതായത് ഓൺസെറ്റ് ചോദിച്ചു, നോട്ടഡ്, ഫ്രീക്വൻസി ചോദിച്ചു, അത് ഹൗ ഓഫൺ ഡസ് യുവർ ചൈൽഡ് എക്സ്പീരിയൻസ് ദിസ് സിംറ്റം, ഓക്കെ ഓൾ റൈറ്റ് എന്ന് കൊടുക്കാം. അല്ലെങ്കിൽ ഡ്യൂറേഷൻ, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്, അല്ലെങ്കിൽ എന്താ പറയുക, ഓക്കെ ഐ ഗെറ്റ് യുവർ പോയിൻറ്റ്സ്, ഐ ക്യാൻ ഐ സീ, ഐ ക്യാൻ സീ ദാറ്റ്. ഇതൊക്കെ നമുക്കൊരു എക്സ്പ്രഷൻ കൊടുക്കുന്നത് നല്ലതായിരിക്കും, ഒരു എക്സ്പ്രഷൻ വേർഡ്സ്. ഓക്കെ വേറെ ഒന്നുമില്ലല്ലോ. ലെറ്റ്സ് വൈൻഡ് അപ്പ് ദിസ് സെഷൻ. ഓക്കെ, താങ്ക് യു.